ശബരിമല ദർശനത്തിനായി ഭക്തരുടെ പ്രവാഹം തുടരുകയാണ്. ഇന്നലെ 79,575 പേർ മല ചവിട്ടി. ഇതുവരെ എത്തിയ ഭക്തരുടെ എണ്ണം 7 ലക്ഷം പിന്നിട്ടു. ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ശബരിമല സന്നിധാനത്ത് നിന്ന് MJ പ്രതീഷ് മോർണിംഗ് ഷോയിൽ വീണ്ടും ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ശബരിമല സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ പ്രവാഹം തുടരുകയാണ്. അവധി ദിവസമായ ഞായറാഴ്ച ഇന്നലെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ടായിരുന്നു. 80,000-ൽ താഴെ തീർത്ഥാടകർ മാത്രമാണ് ഇന്നലെ സന്നിധാനത്തെത്തിയത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തീർത്ഥാടകരുടെ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. നടപ്പന്തൽ ഉൾപ്പെടെ തീർത്ഥാടകർ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി അയ്യപ്പ ദർശനം നടത്താൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇന്ന് 80,000-ന് മുകളിൽ തീർത്ഥാടകർ ദർശനത്തിനെത്തും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഇന്ന് യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട മഴ ഈ സന്നിധാനത്തടക്കം പെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ച് തീർത്ഥാടകരുടെ ഒഴുക്ക് ശബരിമല സന്നിധാനത്തേക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് കൃത്യമായി പോലീസ് നിയന്ത്രിക്കുന്നുമുണ്ട്. കൃത്യമായ ഇടവേളകളിൽ തീർത്ഥാടകരെ നിയന്ത്രിച്ചുകൊണ്ടാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ഈ തിരക്കുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. ഈ ഹർജിയിൽ ഇതുവരെ എടുത്ത മുന്നൊരുക്കങ്ങൾ, തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡും പോലീസും സ്വീകരിച്ച നടപടികൾ കോടതിയെ അറിയിക്കും. നേരത്തെ സ്പോട്ട് ബുക്കിംഗ് 5,000-ആയി കോടതി നിജപ്പെടുത്തിയെങ്കിലും തിരക്കനുസരിച്ച് അതിൽ മാറ്റം വരുത്താനുള്ള ഒരു അനുമതി പോലീസിനും ദേവസ്വം ബോർഡിനും കോടതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ ഇവിടെ സ്വീകരിച്ച കാര്യങ്ങളായിരിക്കും പ്രധാനമായും ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത്. അത് ഈ കൂടുതൽ തീർത്ഥാടകരെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് 18-ാം പടി കയറ്റാൻ അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും കോടതിയെ അറിയിക്കുന്നത്. 18-ാം പടി ചവിട്ടുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനമുണ്ടായിട്ടുണ്ട്. ഒരു മിനിറ്റിൽ 60-ന് മുകളിൽ തീർത്ഥാടകർ ഇപ്പോൾ 18-ാം പടി ചവിട്ടുന്നുണ്ട് എന്നതാണ് പോലീസിന്റെ വിശദീകരണം. ഒപ്പം ഈ കൂടുതൽ തീർത്ഥാടകരെ തിരക്കനുസരിച്ച് സ്പോട്ട് ബുക്കിംഗ് വഴി സന്നിധാനത്തേക്ക് കടത്തിവിടാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ വളരെ സുഗമമായ രീതിയിൽ തീർത്ഥാടകർക്ക് ഇപ്പോൾ ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.